എന്റെ ഫ്ലാറ്റിന്റെ എഴുത്തായിരുന്നു ഇന്ന് രാവിലെ. നല്ല ഉത്സവമാണല്ലോ. എവിടെയാണ് ഫ്ലാറ്റ്? ഞാൻ കാക്കനാട് ഫ്ലാറ്റ് വാങ്ങി. അപ്പൊ ഇന്നായിരുന്നു എഴുത്ത്. പക്ഷെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു മിനി കൂപ്പറും വാങ്ങി, ഒരു വോൾവോയും വാങ്ങി. അപ്പൊ ഇത് രണ്ടും വാങ്ങാനുണ്ടായിരുന്ന കാരണം പോലും വാഹനങ്ങളോട് കാശിന്റെ വരവ് എവിടുന്ന? അല്ല, അത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ശമ്പളം, പൈസ, പിന്നീട് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. ഇപ്പോഴും ഉണ്ട് 25, 27, 29 എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അത്യാവശ്യം പൈസ തരുന്നുണ്ട്. ഞാൻ വാങ്ങുന്നു എന്ന് പറയുകയല്ല. നമുക്ക് വില വരുന്നത് അങ്ങനല്ല. ഞാൻ എന്റെ വില ഇടിച്ചു താക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് നല്ല വില പറയും. ഇപ്പം നമ്മൾ മലയാളത്തിൽ മോഹൻലാലിന് നമ്മൾ 25 കോടി കൊടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരമല്ല, അദ്ദേഹത്തിന് അത്രയും വില ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വില ഞാൻ നിശ്ചയിച്ചു, ആ വില ഞാൻ ചോദിക്കാറുണ്ട്. തരുന്നത് അത്രയും വില ഞാൻ ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല. നിങ്ങൾക്ക് തരുവോ തരാതിരിക്കുക. ഒരുപാട് കാലം വിലയില്ലാത്തവനായി നടന്നു. ഇനി അങ്ങോട്ടും ഞാൻ വിലയില്ലാത്തവനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വില തന്നാൽ വരും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നാട്ടുകാർ ഇട്ടിട്ടുണ്ടോ വില? നാട്ടുകാരും ഒരു വിലയെക്കാട്ടി കൊണ്ട് സ്നേഹമാണ് സാർ. കാരണം പിന്നെ ഞാൻ ബിഗ് ബോസിലേക്കും തിരിച്ചു വരുമ്പോൾ അടൂർ മുതൽ കൊട്ടാരക്കര കോട്ടാത്തല വരെ ഒരു 10-50,000-ലധികം ആൾക്കാരുടെ കടങ്ങുന്ന ഒരു റോഡ് ഷോയിലാണ് ഞാൻ വന്ന് ലാൻഡ് ചെയ്തത്. അതിലെനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റിയില്ല. കാര്യം അത്രയും ക്രൗഡ് കാരണം എനിക്ക് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് വോട്ട് കിട്ടിയ ആൾ ഞാനാണ്. അങ്ങനെയൊക്കെ കുറെ ഭാഗ്യങ്ങൾ. അത് അത്രയും പേര് 80% വോട്ട് ഒരു മത്സരാർത്ഥിയിലേക്ക് മാത്രം ചുരുങ്ങി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഷോയിൽ. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഈ വണ്ടികൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ പലരും എന്നോട് നേരത്തെ ചോദിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ എടുക്കും. അതായത് കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല വീടുകളും കയറി ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കറങ്ങി പോയൊരു വീട്ടിൽ കയറി ജനലിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാരുതി ഡോൾഫിൻ കാർ വന്നു. അപ്പൊ കാറ് കണ്ടപ്പോൾ ചുമ്മാ ഒരു ആഗ്രഹം, ചുമ്മാ ഞാൻ പോയി ഡോറ് പിടിച്ച് തുറന്ന് കാറിനകത്തോട്ട് തലയിട്ട് നോക്കിയപ്പോഴത്തേക്ക് തലക്കൊരൊറ്റയടി. അപ്പൊ ഈ അടി ഇങ്ങനെ കിട്ടി ടക്കനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ ഷോൾഡർ ബാഗ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ അടിയിൽ ബാഗ് താഴെ വീണു. പുള്ളി പെട്ടെന്ന് എന്തുകൊണ്ടാണെന്ന് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഷൗട്ട് ചെയ്തിട്ട് പിടിച്ച് വലിച്ചിട്ട് കുടലൊക്കെ കുത്തി പിടിച്ചു. എന്താണെന്ന് എടുത്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം പുള്ളി ആരും നോക്കട്ടെ, ഞാൻ ബാഗൊക്കെ അങ്ങോട്ട് വലിച്ചു പറഞ്ഞു. ബാഗ് എടുത്ത് ഒരു ഒറ്റ കുടച്ചിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പണ്ട് നടന്നു പോകുമ്പോൾ കശുവണ്ടി പറക്കി ഇടുമല്ലോ. ഇതായിരുന്നല്ലോ പഴയ കുട്ടിക്കാലത്ത് വരുമാനം മെയിനായിട്ടതാ. ഒരു പൊറോട്ട മേടിക്കാം, 2 രൂപ കിട്ടും, അല്ല 5 രൂപ കിട്ടും എന്നുള്ള ചിന്തയിൽ. അപ്പൊ ഈ കശുവണ്ടി അവിടെ അന്നത്തെ ആ കുട്ടിയാൻ പ്രദേശത്തെല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും കശുവണ്ടി ഉണ്ട്. ഇപ്പോഴും എനിക്കൊന്ന് JJK സിനിമ ഷൂട്ട് ചെയ്യാൻ കുട്ടിയത് പോയത് തന്നെ കശുമാവ് അവിടെ ഉണ്ടായിരുന്നുണ്ടാ. അപ്പൊ അങ്ങനെ ഇത് പറക്കി പുള്ളി ഇട്ടിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ ആ വീട്ടുകാരനെയൊക്കെ വിളിച്ചിട്ട് 9 കണക്കുള്ള കള്ളന്മാർ ഇതിനകത്ത് കയറ്റി പോയത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വേളം വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാ അവന്റെ ഒരു കാറി തൊട്ടപ്പോൾ ഇവൻ എന്തുകൂടെ കാണിയത്, ഇവന്റെ മുന്നിൽ കൂടെ ഇതിനെക്കാട്ടിയും വലിയൊരു കാർ ഓടിച്ച് നമ്മൾ പോകൂടെ, അങ്ങനെ ഒരു കാലം വരൂടെ എന്നൊക്കെ ചിന്തിച്ചിരുന്നതാ. അപ്പൊ അതുകൊണ്ട് ആ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്.